ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനം ചില സമയത്ത് വളരെ പ്രത്യേകതയുള്ളതായിട്ട് തോന്നാറുണ്ട്. ഒരു വ്യക്തിയെ സന്തോഷമാക്കുന്നതിനും അവൻ്റെ ജീവിതത്തെ ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനും സങ്കല്പത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പലപ്പോഴും ഈ സങ്കല്പം തന്നെയാണ് യാഥാർത്ഥ്യമായി മാറുന്നത്. വ്യക്തിജീവിതത്തിനകത്താണെങ്കിലും ദാമ്പത്യത്തിനകത്താണെങ്കിലും അതങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ബന്ധപ്പെടുന്ന സമയത്തുള്ള ചില രീതികളിൽ നമുക്ക് വരുത്താവുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും സ്ത്രീ പങ്കാളി മുകളിൽ വരുന്നതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. യഥാർത്ഥത്തിൽ നമ്മളൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആഗ്രഹമാണ് ആദ്യം വേണ്ടത്. ആഗ്രഹം ഉണ്ടെങ്കിലേ സംതൃപ്തിയുള്ളൂ. രണ്ട് വ്യക്തികൾ തമ്മിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് പൂർണ്ണമായ സംതൃപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റുള്ള ആളിൻ്റെ വികാരം കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതിനകത്ത് നമ്മുടെ പങ്കാളിയുടെ നേച്ചർ എന്താണ്, അവർക്ക് ഏതെങ്കിലും ഒരു രീതിയോട് പ്രത്യേകിച്ച് ഇഷ്ടം കൂടുതലുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടക്കേടുണ്ടോ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ചിലർക്ക് ചില രീതികൾ ചെയ്യുന്നതിനൊരു മടിയില്ല, നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തെ ഇഷ്ടവും ഇഷ്ടക്കേടുമൊക്കെ നമ്മൾ ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ സമയത്തുള്ള അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം ഇതിനകത്ത് നമുക്ക് നല്ലൊരു മൂഡ് വന്നതിന് ശേഷമുള്ള മൈൻഡ് സെറ്റും അല്ലാത്തതുമായിട്ട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ മെത്തേഡ് തന്നെ എടുക്കാം. അത് ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഒരുപക്ഷെ അത്ര വലിയ പെർഫെക്ഷൻ വരണമെന്നൊന്നുമില്ല. ഏത് രീതിയാണെങ്കിലും കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിനകത്തൊരു ഈസിനെസ് തോന്നുന്നതും ആസ്വാദനത്തിൻ്റെ ലെവലിലേക്ക് വരുന്നതും. ഈ രീതി തന്നെ ഏത് ശരീരപ്രകൃതം ഉള്ളവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഏത് വെറൈറ്റി ആണെങ്കിലും അത് നല്ലൊരു വ്യായാമം കൂടാണ്. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പങ്കാളിയുടെ മൂഡ് മാറ്റാനായിട്ടൊക്കെ ഒരു പ്രത്യേക കഴിവുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ച് മനസ്സിൻ്റെ തലത്തിലുള്ള വികാര കേന്ദ്രം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ കാമത്തിൻ്റെ തലത്തിൽ ഇവിടെ രണ്ട് ഊർജ്ജ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ശരീരത്തിൻ്റെ ഉണ്ട്, മറ്റൊന്ന് മനസ്സിൻ്റെ ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു രീതി ചെയ്യുമ്പോൾ സ്ത്രീ പങ്കാളി നല്ല രീതിയിൽ മൂഡാകേണ്ടതായിട്ടുണ്ട്. ചിലർക്ക് ഇത് വേണമെന്ന് തോന്നുമ്പോൾ ഇൻഡയറക്റ്റായിട്ട് പങ്കാളിയെ അറിയിക്കുന്ന ചില പെരുമാറ്റ രീതികളുണ്ട്. അപ്പോൾ ഇവിടെ സ്ത്രീ പങ്കാളി ഫോർപ്ലേക്ക് മുൻകൈ എടുക്കുമ്പോൾ പുരുഷൻ്റെ മൂഡ് പെട്ടെന്ന് മാറും. നമ്മുടെ ഓരോ ഭാഗത്തെ സ്പർശനത്തിലും ന്യൂറോൺസ് പ്രതികരിക്കുന്നത് ഓരോ തരത്തിലാണ്. ചില പങ്കാളികളെ സംബന്ധിച്ച് മാറിടത്തിൽ ചെയ്യുന്ന ചില ക്രിയകൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അവരുടെ ഇതിനകത്തുള്ള ആത്മവിശ്വാസത്തിൻ്റെ പ്രധാന കേന്ദ്രമായിട്ട് ഇതിനെ മാറ്റാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ രണ്ട് ഭാഗത്തുള്ള പ്ലഷർ പോയിൻറ്റ്സിനെ ഒരേ സമയം ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്കകത്ത് സ്ത്രീ പങ്കാളിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കുറേ സമയം ഒരുപോലുള്ള ആക്ഷനാണ്. അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പുരുഷൻ്റെ ഇവിടുത്തെ പ്രധാന ജോലി. ഇവിടെ സ്നേഹത്തിൻ്റേതായിട്ടുള്ള സംസാരത്തിൽ കൂടി, സ്പർശനത്തിൽ കൂടി, ചുംബനത്തിൽ കൂടി ഒക്കെ തന്നെ പങ്കാളിയുടെ മനസ്സിനെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. കാരണം പൗരുഷത്തിൻ്റെ പ്രവർത്തനവും മനസ്സിൻ്റെ പ്രവർത്തനവുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. പിന്നെ ഓരോരുത്തരും അവരവരുടെ യുക്തി അനുസരിച്ച് ഇത് ചെയ്യുന്ന രീതിക്കും വ്യത്യാസമുണ്ട്. ചിലരെ സംബന്ധിച്ച് ഫോർപ്ലേ സമയത്ത് വളരെ സജീവമാണ്. പല പോസിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർക്ക് യാതൊരു മടിയില്ല. ചിലർക്കാണെങ്കിൽ ശരീരം ഒരു റെസ്റ്റിംഗ് പൊസിഷനിൽ വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വല്ലാത്ത ഒരു മടിയാണ്. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഈ മൂഡിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്ത് കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് പങ്കാളികൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് മാത്രമേ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മനസ്സിൽ തീവ്രമായിട്ടുള്ള, പോസിറ്റീവായിട്ടുള്ള, സന്തോഷമായിട്ടുള്ള കാമവികാരമാണെങ്കിൽ അതനുസരിച്ചുള്ള ക്രിയകളായിരിക്കും നമ്മൾ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതുമെല്ലാം. ഇതിന് പകരം നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ആത്മവിശ്വാസക്കുറവുള്ള ചിന്തകളാണെങ്കിലോ അതനുസരിച്ചുള്ള ക്രിയകളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് ഏത് വെറൈറ്റി രീതിയാണെങ്കിലും അതിന് അതിൻ്റേതായ അധ്വാനമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും പുരുഷൻ ഒരു റെസ്റ്റിംഗ് പൊസിഷനിലാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. കാരണം അവരാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും. അവരെ സംബന്ധിച്ച് ഈ സമയത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക ലെവലിൽ നിർത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും പൗരുഷത്തിൻ്റെ. സ്ത്രീ പങ്കാളിയെ സംബന്ധിച്ച് ഈ ഒരു മെത്തേഡിൻ്റെ തുടക്കത്തിൽ ഒരു പ്രത്യേക എനർജി ലെവലായിരിക്കും. കാരണം ഈ സമയത്തൊരു പ്രത്യേക പോയിന്റിൽ മനസ്സിനെ ഫോക്കസ് ചെയ്തിട്ട് അവരുടേതായ ലോകത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്.
കാരണം സ്ത്രീകളെ സംബന്ധിച്ച് ഏത് മെത്തേഡാണെങ്കിലും അവർക്കത് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിനെ ഒരു പ്രത്യേക തലത്തിൽ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുരുഷൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പുരുഷൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെയാണ് പങ്കാളിയെ രതിമൂർച്ചയിൽ എത്തിക്കുക എന്നുള്ളത്. മാത്രമല്ല ഈ സമയത്തെ അവരുടെ റെസ്പോൺസ് കാണുന്നതും ഒരു ത്രില്ലാണ്. എന്നാൽ ഈ ഒരവസ്ഥയിൽ പങ്കാളി വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊരു സംതൃപ്തി കിട്ടുന്നില്ലെങ്കിൽ അവൻ്റെ മനസ്സ് അസ്വസ്ഥമാകും. പൗരുഷത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. അതിൽ കൂടി മറ്റൊരാൾ സുഖം അനുഭവിക്കുമ്പോഴാണ് അവർക്കൊരു സന്തോഷം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് സമയം വർദ്ധിപ്പിക്കാനായിട്ട് പുരുഷൻ അവൻ്റെ മനസ്സിനെ ബോധപൂർവം ഡൈവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതിനിടയ്ക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഓർക്കേണ്ടതായിട്ടുണ്ട്. കാമപരമല്ലാത്ത ചിന്തകളും ഇടയ്ക്ക് മനസ്സിലേക്ക് കൊണ്ടുവരണം. ഈ സമയത്ത് മറ്റൊരു കാര്യം കൂടെ ചെയ്യണം. ഡീപ്പായിട്ട് മൂക്കിൽ കൂടി ശ്വാസമെടുത്ത് സാവധാനം വായിൽ കൂടി പുറത്തേക്ക് വിടണം. എന്നാൽ ഈ പ്രവർത്തനങ്ങളെല്ലാം വളരെ പേഴ്സണലാണ്. പങ്കാളിക്കതറിയേണ്ട കാര്യമില്ല. കാരണം ഈ സമയത്ത് കൈകൊണ്ട് ചെയ്യുന്ന ചില ക്രിയകൾ അതിൻ്റേതായ തലത്തിൽ നടക്കുന്നുണ്ട്. ഈ ഒരു മെത്തേഡിൻ്റെ ഏറ്റവും നല്ലൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ സംതൃപ്തി അവർക്ക് സ്വയം കണ്ടെത്താൻ പറ്റും. കാരണം സ്ട്രോക്ക് കിട്ടേണ്ട കറക്റ്റ് സ്ഥലത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു സെഷൻ എത്രത്തോളം നീണ്ടു പോകണമെന്ന് തീരുമാനിക്കുന്നത് പുരുഷനാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ഒന്നിൽ കൂടുതൽ രതിമൂർച്ചയായാലും പ്രവൃത്തി തലത്തെ അത് ബാധിക്കാറില്ല. ഇനി സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഏത് മെത്തേഡാണെങ്കിലും അവർക്കത് ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ, മാത്രമല്ല അവരുടെ വികാര വിചാരങ്ങളെ പരിഗണിക്കുന്നുണ്ടോ, സെൽഫ് എസ്റ്റീം ഉണ്ടോ, ആഗ്രഹങ്ങളുണ്ടോ, കാമവികാരമുണ്ടോ, ഇതൊക്കെ തന്നെ അവരുടെ പ്രവൃത്തിത്തലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലരാണെങ്കിൽ എന്ത് കാര്യം ചെയ്താലും അവരുടേതായിട്ടുള്ളൊരു രീതി അതിനകത്ത് കൊണ്ടുവരും. ചിലരെ സംബന്ധിച്ച് ചുംബിക്കുന്ന സമയത്താണെങ്കിലും അവരുടേതായിട്ടുള്ളൊരു രീതിയുണ്ട്. പരസ്പരം നല്ല ആകർഷണമുള്ളവരെ സംബന്ധിച്ചും താല്പര്യമുള്ളവരെ സംബന്ധിച്ചും നാവുകൊണ്ട് ഈ സമയത്ത് കൂടുതൽ ക്രിയകൾ ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ തുടക്കത്തിലെ തന്നെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുവാണെങ്കിൽ അവസാനം വരെ അത് നീണ്ടു നിൽക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നന്നായിട്ട് ആസ്വദിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പങ്കാളിയോട് ഒരു പ്രത്യേക കെയറിങ്ങും സ്നേഹവും ഒക്കെ ആയിരിക്കും. സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്ന പങ്കാളികളെ ശ്രദ്ധിച്ചറിയാം അവർക്ക് ഏതോ ഒരു രീതിയോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലായിട്ടുണ്ട്. മാത്രമല്ല അതവർ സ്ഥിരമായിട്ട് ചെയ്യാറുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എത്ര അകന്നിരിക്കുന്ന ഒരു സാഹചര്യം വന്നാലും ചില ഓർമ്മകളും നമ്മളെ അടുപ്പിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പിന്നെയും ചെയ്യണമെന്ന് തോന്നുന്നത് എന്താ? നേരത്തെ ചെയ്തതിൻ്റെ ആ ഒരു അനുഭൂതി, ആ ഒരു ത്രില്ല്, ആ ഒരു രസമൊക്കെ ഇങ്ങനെ മനസ്സിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്ത ഡോപ്പാമൈൻ വീണ്ടും ഇതുപോലൊരു കാര്യം ചെയ്യാൻ കൊതിപ്പിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിനകത്തൊരു സന്തോഷം ഉണ്ടെങ്കിലേ ഇത് ആസ്വദിക്കാൻ ഒക്കത്തുള്ളൂ. തന്നെയല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. എനിവേ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം. അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.